Hi, good morning, students. In the previous class, we discussed about black body radiation and Max Planck's explanation about that black body radiation. So, according to Max Planck, light, that is traveling as packets of energy, and energy of each packet is proportional to the frequency of radiation, isn't it? That E is equal to h nu, that we know. അപ്പോൾ ഒരു പാക്കറ്റായിട്ട് മൂവ് ചെയ്യുക, പാക്കറ്റ് ഓഫ് എനർജി ആയിട്ട് മൂവ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, അപ്പോൾ ആ സാധനത്തിന് എന്തെങ്കിലും ഒരു പാർട്ടിക്കിളിൻ്റെ പ്രോപ്പർട്ടി കാണിക്കാൻ പറ്റും. അതായത് പാക്കറ്റ് പോകാന്ന് വെച്ചാൽ ഒരു പാക്കറ്റ് എന്ന് വെച്ചാൽ എന്താ, അതൊരു പാർട്ടിക്കിളായിരിക്കും അല്ലേ. അപ്പോൾ എനർജി ഒരു പാക്കറ്റായിട്ട് മൂവ് ചെയ്യാന്ന് വെച്ചാൽ ദെൻ ലൈറ്റ് മേ ഷോ സം പാർട്ടിക്കിൾ നാച്ചർ. ആൻഡ് ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസിങ് സം ഓഫ് ദ പാർട്ടിക്കിൾ പ്രോപ്പർട്ടീസ് ഓഫ് വേവ്. താഴെ പറയുന്നതൊക്കെയാണ്. ഫസ്റ്റ് വൺ ഈസ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, കോംപ്റ്റൺ എഫക്റ്റ്, പെയർ പ്രൊഡക്ഷൻ. ഇതെല്ലാം റേഡിയേഷൻ്റെ അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ പാർട്ടിക്കിൾ പ്രോപ്പർട്ടി കാണിക്കുന്ന ചില ഫിനോമിനൻസ് ആണ് ഈ താഴെ പറഞ്ഞതൊക്കെ. വൺ ഈസ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, അനദർ വൺ ഈസ് കോംപ്റ്റൺ എഫക്റ്റ് ആൻഡ് അനദർ വൺ ഈസ് പെയർ പ്രൊഡക്ഷൻ. ആൻഡ് ടുഡേ വി ആർ ഡിസ്കസിങ് അബൌട്ട് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ പേരിൽ തന്നെയുണ്ട് എന്താ സാധനം. ഫോട്ടോ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ലൈറ്റ്, ഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ഇലക്ട്രോൺ. അപ്പോൾ ലൈറ്റും ഇലക്ട്രോണും തമ്മിൽ ഉള്ള രണ്ടും കൂടി ചേർന്ന് നടക്കുന്ന എന്തോ ഒരു ഫിനോമിനനാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇസ്ന്റ് ഇറ്റ്? യു ക്യാൻ കം ദർ. ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ബൈ ഹെൻറി ഷെഡ്സ് ഇൻ 1887. വാട്ട് ഈസ് ദിസ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്? വെൻ എ ലൈറ്റ് ഹാവിങ് suitable frequency falling on some metals, it observed that the metal is ejecting some electrons. കാര്യമായിട്ട് അത് ഇജക്റ്റ് ചെയ്യുന്ന ചില മെറ്റൽസ് എന്ന് വെച്ചാൽ സീസിയം, ഫ്രാൻസിയം അങ്ങനത്തെ മെറ്റൽസൊക്കെയാണ് അത് എജക്റ്റ് ചെയ്ത് കാണുന്നത്. സോഡിയവും പൊട്ടാസ്യവും ഒക്കെ ചില പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ എജക്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നത്. അതായത് ഇറ്റ് ഈസ് എ ഫിനോമിനൻ ഓഫ് ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്രം ദ സർഫസ് ഓഫ് എ മെറ്റൽ വെൻ എ ലൈറ്റ് ഓഫ് സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഫാളിങ് ഓൺ ഇറ്റ്. ഇതിനെയാണ് നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുക. ആൻഡ് ദിസ് എമിറ്റഡ് ഇലക്ട്രോൺ ഈസ് നോൺ ആസ് ഫോട്ടോ ഇലക്ട്രോൺ. ഓക്കെ, അപ്പോൾ എന്താ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് വെച്ചാൽ, ലൈറ്റ് വരുന്നു, ചില മെറ്റൽ തട്ടുമ്പോൾ തന്നെ അവിടുന്ന് ഇലക്ട്രോൺ ഇറങ്ങിപ്പോകുന്നു. ഈ പരിപാടിക്കാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുക. ലൈറ്റും ഇലക്ട്രോണും ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഓക്കെ, ആൻഡ് ടുഡേ വി ക്യാൻ discuss the experimental arrangement and the experiment of this photoelectric effect. So I am zooming that one, the experimental diagram. Here, I am taking an evacuated tube and two electrodes are attached to the both sides of this evacuated tube. ഈ രണ്ട് ഇലക്ട്രോഡ് എന്ത് ചെയ്തിട്ടുണ്ട്, externally it is connected to a power supply or to a potential, power supply to a potential, and a light is there. We can eliminate one of the electrode by using that light, and in that circuit a galvanometer is attached. Galvanometer എന്താണ് യൂസ് ചെയ്യുന്നത്, കറണ്ട് പോകുന്നുണ്ടോ അല്ലെങ്കിൽ ചാർജ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് galvanometer ഇത് ചെയ്യുന്നത്. ആദ്യം ലൈറ്റ് ഓഫ് ചെയ്യുന്നു, അപ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല, galvanometerന് ഒരു ഡിഫ്ലക്ഷനും ഒന്നും സംഭവിക്കുന്നില്ല. And suppose I am switch on that light, then what will happen? One of the electrode is getting illuminated by that light. When that electrode is illuminating by that light, what will happen? I can see some deflection in the galvanometer. That means if there is a deflection in galvanometer means what it means? There is a deflection in galvanometer. അതായത് എന്താ മനസ്സിലാക്കാൻ പറ്റുക, current is flowing there, isn't it? So when I am switch on the light is inside the light is, that means when I am illuminating the electrode, one of the electrode by a light, then what will happen? A electric current is flowing there, isn't it? ഒരു ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ എന്താ സംഭവിക്കേണ്ടത്, ആ ക്ലോസ്ഡ് സർക്യൂട്ടിൽ ഏതെങ്കിലും ഒരു ചാർജ്, ഒരു ഇലക്ട്രോണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതിൽ കൂടി പാസ് ചെയ്യണം അല്ലേ. അതായത് ലെഫ്റ്റ് ഇലക്ട്രോഡിൽ നിന്ന് റൈറ്റ് ഇലക്ട്രോഡിലേക്ക് ലൈറ്റ് ഓൺ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ചാർജ്, ഇവിടെ ലെഫ്റ്റ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ഞാൻ കണക്ട് ചെയ്തിരിക്കുന്ന നെഗറ്റീവ് പൊട്ടൻഷ്യലിലേക്കാണ്, അതായത് ഒരു കാഥോഡാണ്. അപ്പോൾ ആ കാഥോഡിൽ നിന്ന് അപ്പുറത്തുള്ള ആനോഡിലേക്ക് ഒരു ഇലക്ട്രോൺ പാസ് ചെയ്യണം അല്ലേ. അപ്പോൾ അതായത് എന്താ, ലൈറ്റ് ഓൺ ചെയ്തു, അപ്പോൾ എന്ത് സംഭവിച്ചു, കാഥോഡിൽ നിന്ന് ഒരു ഇലക്ട്രോൺ ഇജക്റ്റ് ചെയ്ത് അത് ആനോഡിലേക്ക് എന്ത് ചെയ്തു, സഞ്ചരിച്ചു, ട്രാവൽ ചെയ്തു, isn't it? So that is that experimental setup. So it is the photoelectric effect. So we are discussing what are the factors affecting this photoelectric effect. ഒരു ലൈറ്റിനെ സംബന്ധിച്ചോളം ലൈറ്റിന്
ഇപ്പോൾ കാര്യമായിട്ട് ആ ലൈറ്റ് സോഴ്സിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഫാക്ടേഴ്സ് രണ്ട് സാധനം ലൈറ്റിന് വേരി ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി വേരി ചെയ്യാം. ഫ്രീക്വൻസി വേരി ചെയ്താൽ ഓട്ടോമാറ്റിക്കലി വേവ് ലെങ്ത് വേരി ചെയ്യും. അപ്പോൾ ഫ്രീക്വൻസി വേരി ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ വേവ് ലെങ്ത് വേരി ചെയ്യുന്നു. അത് രണ്ട് വേരിയേഷനുള്ള ഒറ്റ വേരിയേഷനാണ്. സോ ഐ ക്യാൻ വേരി ദ ഫ്രീക്വൻസി. സിമിലർലി ഐ ക്യാൻ വേരി ദ ഇൻറ്റൻസിറ്റി ഓഫ് ദാറ്റ് ലൈറ്റ് ഇസിൻ്റെ. ഇപ്പോൾ ലൈറ്റിൻ്റെ എന്തും വേരി ചെയ്യാം, ഇൻറ്റൻസിറ്റിയും വേരി ചെയ്യാം. അപ്പോൾ നമ്മൾ നോക്കുകയാണ് ഇതൊക്കെ വേരി ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്റൻസിറ്റി വേരി ചെയ്താൽ എന്താ ഉണ്ടാവുക, ഫ്രീക്വൻസി വേരി ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്ന് നോക്കാം. സപ്പോസ് ഐ ആം വേരിയിങ് ദ ഫ്രീക്വൻസി. അപ്പോൾ ഫ്രീക്വൻസി വളരെ കുറവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു പ്രത്യേക ഏതൊരു മെറ്റൽ, ആ മെറ്റൽ എന്ന് പറയുന്നത് സപ്പോസ് ഞാൻ എടുക്കുന്ന മെറ്റൽ ഒരു ബ്ലൂ ലൈറ്റ് തട്ടുമ്പോൾ അതെന്ത് ചെയ്യുന്നു, ഇലക്ട്രോൺ ഇജക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതായത് ഫ്രീക്വൻസി വളരെ കുറവ്, റെഡ് ലൈറ്റ് ആകുമ്പോൾ ചിലപ്പോൾ ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്നു. അതായത് ഞാൻ ഇതിൻ്റെ ഫ്രീക്വൻസി കുറയ്ക്കുകയാണ്, ആദ്യം റെഡിൽ വെച്ച് ഞാൻ ആ ഗാൽവനോമീറ്ററിൽ നോക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള ഡിഫ്ലക്ഷനും ഇല്ല, അതായത് കറണ്ട് പാസ് ചെയ്യുന്നില്ല. പിന്നെ ഞാൻ ഇതിൻ്റെ ഫ്രീക്വൻസി കൂട്ടി റെഡ് ഓറഞ്ച് ആക്കി, അപ്പോഴും അതിൽ കറണ്ട് പാസ് ചെയ്യുന്നില്ല. ഓറഞ്ച് കൂട്ടി മഞ്ഞയാക്കി, പാസ് ചെയ്യുന്നില്ല. ഗ്രീനാക്കി, പാസ് ചെയ്യുന്നില്ല. ബ്ലൂ ആക്കിയപ്പോൾ അതിലെന്ത് പാസ് ചെയ്യുന്നതായിട്ട് കണ്ടു, കറണ്ട് പാസ് ചെയ്യുന്നതായിട്ട് കണ്ടു. പിന്നെ ഞാൻ ഫ്രീക്വൻസി കൂട്ടുകയാണ്, ബ്ലൂ എന്ന് പറയുന്നത് പിന്നെ കൂട്ടി ഇൻഡിഗോയാക്കി, വയലറ്റ് ആക്കി, അൾട്രാ വയലറ്റ് ആക്കി. അപ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, ഈ പഴയ പാസ് ചെയ്ത കറണ്ട് അതുപോലെ തന്നെ പാസ് ചെയ്യുന്നുണ്ട്, അതായത് ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നുണ്ട്, ഇജക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, the photoelectric emission is taking place only if the frequency is more than a particular frequency. ആ ഫ്രീക്വൻസിക്കാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക, ത്രഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അത് ഓരോ മെറ്റലിനും ഓരോന്നായിരിക്കും ത്രഷോൾഡ് ഫ്രീക്വൻസി. ചില മെറ്റൽ ബ്ലൂ ലൈറ്റ് അങ്ങോട്ട്, അതായത് ബ്ലൂ ലൈറ്റിൻ്റെ മുകളിലേക്ക് ചിലപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ കാണിക്കും, ചിലത് വയലറ്റിൻ്റെ അങ്ങോട്ട് കാണിക്കും, ചിലത് അൾട്രാ വയലറ്റിലായിരിക്കും കാണിക്കുക, സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ദ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ, if the frequency of incident radiation is smaller than the threshold frequency, അതായത് എമിഷൻ നടക്കുന്ന ഫ്രീക്വൻസിക്കാണ് ത്രഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയുക. ത്രഷോൾഡ് ഫ്രീക്വൻസി നോ ഇലക്ട്രോൺ ക്യാൻ ബി എമിറ്റഡ്, അല്ലേ? അല്ലെങ്കിൽ ഒറ്റ വാക്കിൽ നമുക്ക് എന്താ പറയുക, ദ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ വിൽ ടേക്സ് പ്ലേസ് ഇഫ് ദ ഫ്രീക്വൻസി ഈസ് മോർ ദാൻ ത്രഷോൾഡ് ഫ്രീക്വൻസി, isn't it? That is the first observation that we can get from that experiment, isn't it? Yeah. പിന്നെ രണ്ടാമത്തൊരു ഒബ്സർവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ ലൈറ്റ് ഓൺ ചെയ്യുന്ന അപ്പം തന്നെ എന്ത് വരുന്നുണ്ട്, കറണ്ട് വരുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ലൈറ്റ് ഓഫ് ചെയ്ത അപ്പം തന്നെ ആ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് നിൽക്കുന്നുമുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇറ്റ് ഈസ് എൻ ഇൻസ്റ്റൻറ്റാനിയസ് പ്രോസസ്. അതർവൈസ് വി ക്യാൻ സേ there is no any time gap between falling of radiation and emission of photoelectron. Okay, so no matter how long the intensity of radiation, electron will be ejected instantaneously. So it is an instantaneous process. അതിന് നമുക്ക് സെക്കൻഡ് ലോ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ സെക്കൻഡ് ഒബ്സർവേഷനാണ്. മൂന്നാമത് നമുക്ക് കിട്ടുന്ന ഒബ്സർവേഷൻ എന്താ, നമുക്ക് വേരി ചെയ്യാൻ പറ്റുന്ന സാധനം എന്താ, ഇൻറ്റൻസിറ്റിയാണ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ ഞാൻ ലൈറ്റ് ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ഇൻറ്റൻസിറ്റി കൂട്ടുകയാണെങ്കിൽ എനിക്ക് കാണാൻ പറ്റുന്ന കറണ്ട് കൂടുന്നതായിട്ട് കാണാൻ പറ്റും. അതായത് കറണ്ട് കൂടുക എന്ന് വെച്ചാൽ എന്താ, കൂടുതൽ ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യുക. സോ വാട്ട് വി ക്യാൻ സേ ഹിയർ, ദ ഇൻറ്റൻസിറ്റി of light is depending on the number of ejected electrons, or the number of ejected electron is increases with the intensity of incidenting light. Okay, അപ്പോൾ അങ്ങനെ ഒരു ഒബ്സർവേഷൻ നമുക്ക് കിട്ടുന്നു. ഇനി അപ്പോൾ ആദ്യത്തെ 3 ഒബ്സർവേഷനും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നെന്ന് പറയുന്നത് ദ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ, അതിന് ഈ 3 ഒബ്സർവേഷനെ നമുക്ക് ഓരോ ലോ ആയിട്ട് എഴുതുകയും ചെയ്യാം. അപ്പോൾ these are the laws which can be the laws which is obtained by the experimental observation. First law എന്ന് വെച്ചാൽ എന്താ, the photoelectric emission will takes place if the frequency of incident radiation is more than threshold frequency. രണ്ടാമത് it is an instantaneous process. മൂന്നാമത്തത് number of ejected electrons are proportional to intensity of incident radiation. ഇത് മൂന്നെണ്ണമായി. ഇനി നാലാമത്തെ ഒരു ഒബ്സർവേഷൻ കൂടി നമുക്ക് പറയാം. അതായത് ഒരു ഇലക്ട്രോൺ ഇജക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഇലക്ട്രോണിന് ഒരു കൈനറ്റിക് എനർജിയാണ്. അതായത് ഇലക്ട്രോൺ കൈനറ്റിക് എനർജി വെച്ചാൽ ഇലക്ട്രോൺ അവിടെ നിന്ന് പാസ് ചെയ്ത് എവിടേക്ക് വരികയാണ്, അടുത്ത ഇലക്ട്രോണിലേക്ക് മെല്ലെ നടന്നു വരികയാണ്, അല്ലെങ്കിൽ മെല്ലെ പാസ് ചെയ്ത് വരികയാണ്. അതായത് ഇലക്ട്രോൺ എന്തുണ്ടാവും, കൈനറ്റിക് എനർജി ഉണ്ടാവും. അപ്പോൾ ഈ കൈനറ്റിക് എനർജി എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതിൽ ഞാൻ ചെയ്യുന്ന എക്സ്പെരിമെൻറ്റിൽ ഇതാണ്. ആദ്യം ഞാൻ ഇൻറ്റൻസിറ്റി കൂട്ടി നോക്കി. ഇൻറ്റൻസിറ്റി കൂട്ടിയപ്പോൾ കൈനറ്റിക് എനർജിക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല.
സെയിം തന്നെയാണ് കൈനറ്റിക് എനർജി. ഈ കൈനറ്റിക് എനർജി എങ്ങനെയാണ് കണ്ടുപിടിക്കുക എങ്ങനെയാണെന്ന് അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. അപ്പോൾ കൈനറ്റിക് എനർജിക്ക് കാര്യമായിട്ട് വ്യത്യാസമൊന്നുമില്ല ഇൻറ്റൻസിറ്റി കൂട്ടുമ്പോൾ. പക്ഷേ ഫ്രീക്വൻസി ഞാൻ കൂട്ടി നോക്കി. ഫ്രീക്വൻസി പറ്റ കുറവാണ്, ത്രഷോൾഡ് ഫ്രീക്വൻസിയേക്കാൾ കുറവാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നില്ല? ഇജക്ഷൻ സംഭവിക്കുന്നില്ല, ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കുന്നില്ല. പിന്നെ ത്രഷോൾഡ് ഫ്രീക്വൻസിക്ക് ശേഷം മെല്ലെ ഞാൻ ഇൻറ്റൻസിറ്റി ഇങ്ങനെ ഫ്രീക്വൻസി ഇങ്ങനെ കൂട്ടി നോക്കി. അപ്പോൾ ത്രഷോൾഡ് ഫ്രീക്വൻസിക്ക് ശേഷം ഫ്രീക്വൻസി ഞാൻ ഇങ്ങനെ കൂട്ടി നോക്കിയപ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിൻ്റെ കൈനറ്റിക് എനർജി കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? കൈനറ്റിക് എനർജി ഓഫ് ദ ഇജക്റ്റഡ് ഇലക്ട്രോൺ ഈസ് ഇൻക്രീസിങ് വിത്ത് ഇൻക്രീസ് ഇൻ ദ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ. ആ ഒബ്സർവേഷൻ നമുക്ക് 4ാമത്തെ ലോ ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ നമുക്കതിൽ 4 ലോയാണ് പഠിച്ചത്. 4 ലോ സിമ്പിളായിട്ട് ഞാനൊന്നും കൂടി പറയുന്നു. ഇങ്ങനെ എഴുതിയാലും അതിൽ എഴുതിയിരിക്കുന്ന മുഴുവൻ എഴുതാനും നിർബന്ധമൊന്നുമില്ല, ഇത്ര എഴുതാൽ മതി. ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ വിൽ ടേക്സ് പ്ലേസ് ഇഫ് ദ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ ഈസ് മോർ ദാൻ ത്രഷോൾഡ് ഫ്രീക്വൻസി. ഫസ്റ്റ് ലോ. സെക്കൻഡ് ലോ എന്താ? ഇറ്റ് ഈസ് എൻ ഇൻസ്റ്റൻറ്റാനിയസ് പ്രോസസ്. 3ാമത്തെ ലോ, ദ നമ്പർ ഓഫ് ഇജക്റ്റഡ് ഇലക്ട്രോൺസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഇൻറ്റൻസിറ്റി ഓഫ് റേഡിയേഷൻ. 4ാമത്തെ ലോ എന്താ പറയാൻ പറ്റുക? കൈനറ്റിക് എനർജി ഓഫ് ഇജക്റ്റഡ് ഇലക്ട്രോൺ ഡിപ്പെൻഡ്സ് ഓൺ ദ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ. ഇതാണ് 4ാമത്തെ ലോ. ഈ 1ാമത്തെ ലോ, 2ാമത്തെ ലോ, 3ാമത്തെ ലോ, 4ാമത്തെ ലോ എന്ന് വെറുതെ പറഞ്ഞു എന്നുള്ളൂ. അതിപ്പോൾ ഈ പറഞ്ഞ ഓർഡറിലൊന്നുമല്ല, എങ്ങനെ വേണമെങ്കിലും എഴുതാം. 4 ലോ ഉണ്ടെന്നുള്ളൂ. അതിൽ ഇന്ന സാധനമാണ് 1ാമത്തെ ലോ, ഇന്ന സാധനമാണ് 2ാമത്തെ ലോ എന്നൊന്നുമില്ല. 4 ലോസ് ഉണ്ട് എന്നുള്ളൂ. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ ഇതെന്താണ്, ഇതിലെങ്ങനെയാണ് സംഭവിക്കുന്നത്, എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.